ഭാഗ്യത്തെ തരണേ അല്ലാഹ്. ഈ യൂസുഫ് നബിയുടെ കൂട്ടുകാരായി ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആറാമത്തെ പ്രതിഫലമുണ്ട്. ഈ ശഅബാൻ മാസത്തിനെ സ്നേഹിക്കുന്നവര്, ഈ ശഅബാൻ മാസത്തിനെ ആദരിക്കുന്നവര്, ഈ ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവര് അല്ലാഹു തരുന്ന ലാസ്റ്റ് പ്രതിഫലമുണ്ടെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുണ്ടല്ലോ. അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം മാരക രോഗം പിടിച്ച് നടന്നിട്ട് ഒരിക്കൽ പടച്ചറപ്പിനോട് പരാതി പറയാത്ത, പടച്ചവരെ തന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴെ വീഴുമ്പോ ഒരിക്കൽ പോലും അല്ലാഹുവിനോട് ചെയ്യാത്ത ആ അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ. മഹാനായ ദാവൂദ് നബി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഈ രണ്ട് പ്രവാചകന്മാർ പടച്ചവരെ അവരുടെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാറുള്ളത്, ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയല്ലോ, ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയല്ലോ, തിരിച്ച് നിസ്കരിക്കണ്ടേ ചെറുപ്പക്കാരാ? മോനെ, ഇന്ന് മുതല് ഓരോ വഖത്ത് നിസ്കരിക്കുമ്പോഴും ആ വഖത്തിന്റെ കൂടെ ഖളാ ആയി പോയ ഒരു വഖത്ത് കൂടെ നിസ്കരിക്കുമോനെ. സുബഹിക്ക് നിസ്കരിക്കുമ്പോ, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഖളാ ആയി പോയ ഒരു സുബഹി നമസ്കാരം ഞാൻ ഖളാ വീട്ടുന്നു റബ്ബേ. ളുഹർ നിസ്കരിക്കുമ്പോ ളുഹറിന്റെ കൂടെ, അസറിന്റെ കൂടെ ഒരു അസർ, മഗ്രിബിന്റെ കൂടെ ഒരു മഗ്രിബ്, ഇശാഇന്റെ കൂടെ ഒരു ഇശാ. ജീവിതത്തിൽ ഖളാ ആയി പോയ നിസ്കാരങ്ങൾ ഇന്ന് മുതൽ, നാളെ രാവിലെ മുതൽ, നാളെ സുബഹി മുതൽ മോനെ നിസ്കരിക്കാൻ തുടങ്ങണേ പൊന്നുമോരെ. 2, കഴിഞ്ഞ റമളാനിൽ നോമ്പ് പിടിക്കാതെ പോയവരുണ്ടല്ലോ, കഴിഞ്ഞ റമളാനിൽ നോമ്പ് മുടങ്ങി പോയവരുണ്ടല്ലോ. ഒരു കൊല്ലമാകുന്നില്ലേടാ ചെറുപ്പക്കാരാ, എന്തേ പിടിക്കാത്തത്? എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, കഴിഞ്ഞ റമളാനിൽ നിനക്ക് മെൻസസിന്റെ സമയം എത്രയോ നോമ്പ് മുടങ്ങി പോയി പെങ്ങളെ, തിരിച്ചു പിടിച്ചോടി പൊന്നുമോളെ. റമളാൻ വരികയല്ലേ, അടുത്ത റമളാനിന് മുമ്പ് പിടിച്ചു തീർക്കേണ്ടത് നിന്റെ ബാധ്യതയല്ലേ? അത് ഫർള് നോമ്പായിരുന്നില്ലേ പെങ്ങളെ? എത്ര പെണ്ണുങ്ങളാ പിടിച്ചിട്ടുള്ളത്, എത്ര ചെറുപ്പക്കാരാ പിടിച്ചിട്ടുള്ളത്? അതുകൊണ്ട് മോനെ, പൊന്നുമോനെ, 28 ദിവസമേ ഉള്ളടാ ചെറുപ്പക്കാരാ. ഇന്ന് കൂട്ടിയാ 27, ഇന്ന് കൂടെ പോയാ 27 ദിവസം. എന്റെ ചെറുപ്പക്കാരാ, ഖളാ ആയി പോയ നോമ്പ് കടക്ക ഒന്ന് തിരിച്ചു പിടിച്ച് തീർക്കടാ ചെറുപ്പക്കാരാ. പൊന്നുമോനെ, കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യൂ. നിന്റെ ജീവിതം നന്നാക്കൂ, നിന്റെ സ്വഭാവം നന്നാക്കൂ, നിന്റെ വീടും പരിസരവും നന്നാക്കൂ പെങ്ങളെ. നാളെ മുതൽ നിന്റെ വീടും പരിസരവും വൃത്തിയാക്കൂ പെങ്ങളെ. ആവശ്യമില്ലാത്തതെല്ലാം എടുത്തു കളയൂ. റമളാൻ വരികയാണ്. ആ റമളാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിന്റെ വീടൊരുക്ക്, നിന്റെ മനസ്സൊരുക്ക്, നിന്റെ സമ്പത്തൊരുക്ക്, നിന്റെ ശരീരം ഒരുക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ പ്രവാചകന്മാരുടെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പിരിയുകയാണ്. 2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വെക്കേഷൻ തുടങ്ങിയല്ലോ, പരീക്ഷയെല്ലാം കഴിഞ്ഞു, പരീക്ഷയെല്ലാം കഴിഞ്ഞു. മക്കളൊക്കെ ഇങ്ങനെ വെറുതെ ഓടിച്ചാടി നടക്കുകയാ. അല്ലാ, സ്കൂള് തുറക്കുന്നത് വരെ 1 മാസമെങ്കിലും ഉണ്ടല്ലോ ചെറുപ്പക്കാരാ. വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കാതെ, ടൂറ് പോകാതെ, പടച്ചവരെ മക്കള് വീടിന്റെ അകത്തിരുന്ന് ചുമ്മാതെ കളിച്ച് സമയം കളയുകയാ. ഈ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു പള്ളിയില്, ഏതെങ്കിലും ഒരു